ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 161 ദിവസം, യേശുവിൻ്റെ മരണവും ഉത്ഥാനവും. ഇന്നേ ദിവസം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 15-16 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 22 എന്നിവ വായിക്കുന്നു. പീലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട യേശുവിനെ വിചാരണ ചെയ്യുന്നതും മരണത്തിന് വിധിക്കുന്നതും തുടർന്നുള്ള കുരിശുമരണവും സംസ്കാരവും ഉത്ഥാനവും സ്വർഗാരോഹണവും പ്രതിപാദിക്കുന്ന വചനഭാഗമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. സൈറൻകാരനായ ശിമിയോൻ യേശുവിൻ്റെ കുരിശു ചുമക്കാൻ സഹായിച്ചതുപോലെ ദൈവരാജ്യത്തിൻ്റെ ക്ലേശങ്ങളിൽ നമ്മളും പങ്കുചേർന്നാൽ, യേശുവിൻ്റെ കുരിശിൻ്റെ അറ്റം പിടിക്കുവാൻ സഹായിച്ചാൽ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും എന്ന മഹത്തായ സന്ദേശം തിരുവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, വിചാരണയും വിധിയും. ഉടനെ രാവിലെ പുരോഹിത പ്രമുഖന്മാർ ശ്രേഷ്ഠന്മാരോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവനോട് മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു കൊണ്ടിരുന്നു. പീലാത്തോസ് വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്നിൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ അവർക്കായി തിരുനാളിൽ മോചിപ്പിക്കുമായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ വിപ്ലവകാരികളോടൊപ്പം ബറാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ ബന്ധിതനായി തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം അടുത്തു ചെന്ന് അവർക്കായി അവൻ പതിവായി ചെയ്തിരുന്നത് ആവശ്യപ്പെടാൻ തുടങ്ങി. പീലാത്തോസ് അവരോട് പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ നിങ്ങൾക്ക് ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് തങ്ങൾക്ക് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ ഇളക്കി. അപ്പോൾ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരാകട്ടെ വീണ്ടും ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു? അവർ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തിന് ഇഷ്ടമായത് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പടയാളികളുടെ പരിഹാസം. അനന്തരം പടയാളികൾ അവനെ അകത്തളത്തിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യദളത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. അവർ അവനെ ധൂമ്ര വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവെ സ്വസ്തി എന്നവർ അവനെ അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിലടിക്കുകയും അവനെ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ധൂമ്രവസ്ത്രം അഴിച്ചു മാറ്റുകയും സ്വന്തം വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കുവാൻ പുറത്തേക്ക് കൊണ്ടുപോയി. കുരിശിൽ തറയ്ക്കുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ സൈറിൻകാരൻ ശിമിയോൻ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥയിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവനത് സ്വീകരിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് അവയ്ക്കുമേൽ ആരെടുക്കണം എന്നതിനെ കുറിയിട്ടു.
അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവൻ്റെ കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ അവൻ്റെ വലത്തുവശത്തും അവനെ ഇടത്തുവശത്തും. അതിലെ കടന്നുപോയവർ തങ്ങളുടെ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ തന്നെ രക്ഷിക്കുക. അതുപോലെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. യേശുവിൻ്റെ മരണം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു വലിയ സ്വരത്തിൽ നിലവിളിച്ചു, എലോയി എലോയി ലമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അടുത്തു നിന്നിരുന്ന ചിലർ ഇത് കേട്ട് പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി ചവർപ്പുള്ള വീഞ്ഞിൽ മുക്കി ഒരു ഞാങ്ങണാമേൽ വെച്ച് അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു വലിയ സ്വരത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ 2ആയി കീറി. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടുകൊണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകളുമുണ്ടായിരുന്നു. മഗ്ദല മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ. കൂടാതെ അവനോടുകൂടെ ജെറുസലേമിലേക്ക് വന്ന അനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ സംസ്കരിക്കുന്നു. അത് സാബത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസം വൈകുന്നേരമായിരുന്നു. അതിനാൽ ആലോചനാ സംഘത്തിലെ ഒരു പ്രമുഖാംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായ അരിമത്തേക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു. അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിരമിച്ച ശേഷം വിവരമറിഞ്ഞ ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു. ജോസഫ് ഒരു കച്ച വാങ്ങി അവനെ താഴെ ഇറക്കി. അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടിവെക്കുകയും ചെയ്തു. അവനെ സംസ്കരിച്ച സ്ഥലം മഗ്ദല മറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. യേശുവിൻ്റെ ഉത്ഥാനം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദല മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും പോയി അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയിങ്കലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിത്തരും? എന്നാൽ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. അത് വളരെ വലുതായിരുന്നു താനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ അവിടെ നിങ്ങൾ അവനെ കാണും. അവർ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർക്ക് വിറയലും ആശ്ചര്യവുമുണ്ടായി. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ യേശു ആദ്യം മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ ബഹിഷ്കരിച്ചത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ശിക്ഷകണത്തിന് പ്രേക്ഷിത ദൗത്യം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു.
ഉയർപ്പിക്കപ്പെട്ട ശേഷം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. കാരണം ഉയർപ്പിക്കപ്പെട്ട തന്നെ കണ്ടവരെ അവർ വിശ്വസിച്ചില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. യേശുവിൻ്റെ സ്വർഗാരോഹണം. കർത്താവായ യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സങ്കീർത്തനങ്ങൾ 22. പരിത്യത്തിൻ്റെ രോദനവും പ്രത്യാശയും. ഗായക നേതാവിന് ഉഷസ്സിലെ മാൻപേട എന്ന മട്ടിൽ ദാവീദിൻ്റെ കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എന്നെ രക്ഷിക്കുന്നതിൽ നിന്ന്, എൻ്റെ രോദന മൊഴികളിൽ നിന്ന് അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഉത്തരമരുളുന്നില്ല. രാത്രിയിൽ ആയാലും എനിക്ക് വിശ്രമമില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അങ്ങ് പരിശുദ്ധനാണ്. അങ്ങിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആശ്രയിച്ചു, അവർ ആശ്രയിച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. ഞാനാകട്ടെ ഒരു കൃമിയാണ്, മനുഷ്യനല്ല, മനുഷ്യർക്ക് നിന്ദാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും. എന്നെ കാണുന്നവരെല്ലാം എന്നെ പുച്ഛിക്കുന്നു. അവർ കൊഞ്ഞനം കുത്തുകയും തലകുലുക്കുകയും ചെയ്യുന്നു. കർത്താവിൽ നീ ആശ്രയിക്കൂ. അവർ പറയുന്നു, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ മോചിപ്പിക്കട്ടെ, അവിടുന്ന് അവനിൽ പ്രസാദിച്ചിട്ടുണ്ടല്ലോ. അങ്ങാണല്ലോ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തത്. എന്നെ എൻ്റെ അമ്മയുടെ മാറിടത്തിൽ ആശ്രയിക്കാനിടയാക്കിയത്. ഗർഭപാത്രത്തിൽ നിന്ന് അങ്ങയിലേക്കാണ് ഞാൻ വന്നു വീണത്. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ തന്നെ അങ്ങാണെൻ്റെ ദൈവം. അങ്ങ് എന്നിൽ നിന്ന് അകന്നു നിൽക്കരുതേ. എന്തെന്നാൽ ദുരിതം അടുത്തിരിക്കുന്നു, സഹായകൻ ഇല്ലതാനും. അനേകം കാളകൾ എന്നെ വളഞ്ഞിരിക്കുന്നു, ഭാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അവ എൻ്റെ നേരെ വായ് പിളർന്നിരിക്കുന്നു. അലറുന്ന കടിച്ചു കീറുന്ന സിംഹം പോലെ, വെള്ളം പോലെ ഞാൻ ഒഴിച്ചു കളയപ്പെടുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ഇണക്കം തെറ്റിയിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ നെഞ്ചിനുള്ളിൽ അത് ഉരുകുന്നു. എൻ്റെ ശക്തി ഓടിൻ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അങ്ങനെ മരണത്തിൻ്റെ പൊഴിയിൽ വിട്ടിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു, ദുഷ്കർമ്മികളുടെ സംഘം എന്നെ പൊതിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാമെന്നായി. അവർ എന്നെ നോക്കി രസിക്കുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ തങ്ങൾക്കായി പങ്കിടുന്നു. എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവെ, അങ്ങ് അകന്നു നിൽക്കരുതേ. എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് ഓടി വരണമേ. എൻ്റെ ആത്മാവിനെ വാളിൽ നിന്ന് മോചിപ്പിക്കണമേ. എൻ്റെ ജീവനെ നായുടെ പിടിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും കാട്ടുപോത്തുകളുടെ കൊമ്പുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് ഉത്തരമരുളിയിരിക്കുന്നു. ഞാൻ അങ്ങയുടെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യേ ഞാൻ അങ്ങയെ സ്തുതിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സകല സന്തതി ഗണമേ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിൻ്റെ സകല സന്തതി ഗണമേ അവിടുത്തെ ഭയപ്പെടുവിൻ. എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടപ്പാട് അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. തിരുമുഖം അവനിൽ നിന്ന് മറച്ചുമില്ല. സഹായത്തിനായി കേണപ്പോൾ അവനെ അവിടുന്ന് കേട്ടു. മഹാസഭയിൽ അങ്ങയെ പ്രതിയായിരിക്കും എൻ്റെ സ്തുതി. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. പീഡിതർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവൻ അവിടുത്തെ സ്തുതിക്കും. അവരുടെ ഹൃദയം എന്നേക്കും ജീവിക്കട്ടെ. ഭൂമിയുടെ അതിർത്തികളെല്ലാം കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ പക്കലേക്ക് തിരിയുകയും ചെയ്യും. ജനതകളുടെ എല്ലാ വംശങ്ങളും അങ്ങേ സന്നിധിയിൽ ആരാധിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ്. അവിടുന്ന് ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ സമൃദ്ധിയുള്ളവരെല്ലാം ഭക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യും. സ്വന്തം ജീവൻ നിലനിർത്താനാവാതെ പൊടിയിലേക്ക് ഇറങ്ങുന്ന എല്ലാവരും അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും. സന്തതി പരമ്പര അവിടുത്തെ സേവിക്കും. തലമുറകളോട് കർത്താവിനെക്കുറിച്ച് വിവരിക്കപ്പെടും. അവിടുന്നാണ് അത് നടപ്പാക്കിയത് എന്ന് അവർ വന്ന്
ജനിക്കാനിരിക്കുന്ന ജനത്തോട് അവിടുത്തെ നീതിയെക്കുറിച്ച് വർണ്ണിക്കും.